നാട്ടുകാരൊക്കെ ആകെ ആശങ്കയിലും അമ്പരപ്പിലും ഞെട്ടലിലുമൊക്കെയാണ്. ധാരാളം ആളുകൾ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഈ നാട്ടുകാർ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത്. നാട്ടുകാരൊക്കെ വാർത്ത അറിഞ്ഞ് ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അയൽവാസികളായ ആള് എന്തിനാണ് ഒരു 50 വയസ്സോളം പ്രായമുണ്ട് ദിനേശിന്, എന്തിനാണ് കൊന്നത് എന്നുള്ളതിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കൃത്യമായി പറയേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? ഈ ഷോക്ക് അടിപ്പിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ എവിടെ വെച്ച്, എങ്ങനെ കൊന്നു, എങ്ങനെ ഈ ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ പോലീസൊക്കെ? ഇല്ല, അത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു പ്രാഥമികമായ നിഗമനം മാത്രമേ ഉള്ളൂ പോലീസിൻ്റെ പക്കൽ. ഇന്ന് രാവിലെയാണ് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും വിശദമായി ചോദ്യം ചെയ്യുന്നതും. ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ളൊരു കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. കിരൺ വർഷങ്ങളായിട്ട് ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഒരു പക്ഷേ ഈ വീടിനുള്ളിൽ വെച്ച്, കാരണം ഇവർ അയൽവാസികളാണ്, വീടിനുള്ളിൽ വെച്ച് തന്നെ ഷോക്ക് അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന് കുറച്ച് മാറിയുള്ള ഒഴിഞ്ഞ പാടശേഖരത്തിലേക്ക് കൊണ്ട് ഇട്ടതാകാം എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. എന്താണ് വ്യക്തിപരമായ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടോ എന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ എന്താണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ന് നാട്ടുകാർക്കും അറിയില്ല. കാരണം നമ്മളോട് മുമ്പേ സംസാരിച്ച ദിനേശിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊതുവെ ആളുകൾക്കൊക്കെ വളരെ സ്വീകാര്യനായ, ആളുകളുടെയൊക്കെ കാര്യത്തിൽ ഇടപെടുന്ന, ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഈ ദിനേശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു മോശം അഭിപ്രായം നാട്ടുകാർക്കില്ല. പക്ഷേ ചില പരാതികൾ, ചില എന്തൊക്കെയോ കഥകൾ നാട്ടിലിങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പോലീസ് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം, കൊലപാതകം സംബന്ധിച്ച് എന്താണ് കൊലപാതകത്തിന് പ്രേരണ എന്ന് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം നൽകാനാണ് സാധ്യത. എന്തായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അയൽവാസികളാണ് ഈ മരിച്ചയാളും അപ്പോൾ കൊലപാതകയായിട്ടുള്ള ആളും. കിരൺ എന്ന യുവാവാണ് ഈ കൊലപാതകം നടത്തിയത്. ദിനേശ് എന്ന ആളാണ് മരിച്ചത്. ഷോക്കടിച്ച് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മരണം സംഭവിക്കാനുള്ളൊരു സാധ്യതയില്ല എന്നതുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അത് കൊലപാതകം എന്ന നിലയിലേക്ക്. തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകളാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്പസമയത്തിനകം തന്നെ പോലീസ് സുരക്ഷ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളോട് പറയുമെന്ന് കരുതാം. നാട്ടുകാരും എല്ലാവരും വല്ലാത്തൊരു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. എന്താണ് കാരണമെന്ന് അവർക്ക് അറിയില്ല. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. രഘു, ഇത് ഈ കൃത്യമായി മരണം സംഭവിക്കുന്ന ആദ്യം ഈ മൃതദേഹം കണ്ടെത്തുന്നതൊക്കെ ആരാണ്? എവിടെ വെച്ചാണ് ഒരു സംശയം ഉന്നയിക്കുന്നത്? നാട്ടുകാരിൽ ആരെങ്കിലുമാണോ അതോ വീട്ടുകാരാണോ? ദിനേശിൻ്റെയും കിരണിൻ്റെയും വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് കിഴക്കോട്ട്, ഈ കിഴക്ക് ഹൈവേയുടെ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാവുന്നത് പോലെ തന്നെ പാടമാണ്. കൃഷിയൊന്നുമില്ലാതെ തരിശു കിടക്കുന്ന പാടശേഖരമാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയാണ് ദിനേശിൻ്റെ മൃതദേഹം കിട്ടിയതെന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്.